റസൂലുള്ളാഹി തങ്ങൾ പറയും ഇന്നല്ലാഹ യുഹിബ്ബു കാന നബി തങ്ങളെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയാമുനു ഫീ ശഅനിഹി കുല്ലിഹി ഫീ തതഹുരിഹി വതനഉലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലത് ഇഷ്ടമായിരുന്നു. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വലത് വൃത്തിയാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയി നമ്മൾ വെൻ വി ക്ലീൻ ആഫ്റ്റർ അവർ സെൽസ്, അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ ശരിക്ക് മൂക്കൊന്ന് ബ്ലോ ചെയ്യാണ്, അത് ഇടത്തെ കൈ കൊണ്ടായിക്കോട്ടെ, അത് വലുതാവണ്ട. നല്ല കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന പൊതുവെ അംഗീകരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും തങ്ങൾക്ക് വലത് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ഉസ്താദ്മാർ തുണിയെടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ലെൻസ് വെച്ച് നോക്കും, അത് ഏത് ഭാഗത്തേക്കാണ് മടക്ക് വന്നത്, അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ. അപ്പോൾ ഉസ്താദ് ചിലപ്പം ആദ്യം തുണി ഉടുക്കുമ്പോൾ വലത്തോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ മടക്ക് ഉള്ളിൽ വലത്തോട്ട് കാണാത്തതായിരിക്കും, ബാക്കിൽ അപ്പം ചിലർ എന്താ ഇടത്തോട്ടാണല്ലോ തുണി പോയിട്ടുള്ളത് എന്നാലോചിക്കും. അപ്പോൾ കാഴ്ചയിൽ വലത് കാണുന്ന രീതിയിൽ ചെയ്യലായിരിക്കും അവിടെ നല്ലത്. ഞങ്ങളുടെ ഉസ്താദ് നമ്മളൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ നദവി ഉസ്താദ് അവറുകൾ, അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ, ഉസ്താദ് വലത് കയ്യിൽ വാച്ച് കെട്ടുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇടത്തെ കൈമേലല്ലേ നമ്മൾ മലയാളികളൊക്കെ കെട്ടാറുള്ളത്, എന്തേ വലത്തെ കയ്യിൽ കെട്ടുന്നത്? അപ്പോൾ ഈ ഹദീസ് പറഞ്ഞു ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും വലത് ചെയ്യലായിരുന്നല്ലോ ഇഷ്ടം. അപ്പോൾ ഇത്ര നല്ല കാര്യമല്ലേ വാച്ചിട്ടെന്ന് പറഞ്ഞാൽ, എന്ന് വെച്ച് ഇടത്തുമ്പോൾ കെട്ടിക്കൂടാന്നൊന്നുമല്ല. ഒരാൾക്ക് അങ്ങനെ കംഫർട്ടബിൾ ആണെങ്കിൽ അത് ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവത്ത് ഉദ്ദേശിച്ച് ചെയ്താൽ കൂലി കിട്ടും, കുഴപ്പമൊന്നുമില്ല. യമീൻ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ ഹദീസ് എന്താ? ഫീ തനഉലിഹി വതറജ്ജുലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിടുമ്പോഴും മുടി വാർന്നു വെക്കുമ്പോഴും തങ്ങൾക്ക് വലത് നിന്ന് തുടങ്ങൽ ഇഷ്ടമായിരുന്നു. നോക്കണേ, ചെരുപ്പിടുമ്പോൾ വലത് തുടങ്ങുക, അതൊരു അതാണ് അതിൻ്റെ രീതി. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കൂലിട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ ബോധത്തോടുകൂടെ ഇടതേ കാലം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു കൂലി കിട്ടി. അങ്ങനെ എന്തിനാ വെറുതെ നഷ്ടപ്പെടുന്നത്? എന്തായാലും 2-3 പ്രാവശ്യം കയറി ഇറങ്ങേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാ സമയവും ടോയ്ലറ്റ് കിടക്കുകയാണോ, ആ ടോയ്ലറ്റിൻ്റെ ഡോറ് കിടക്കുമ്പോൾ ഇടത് കാല് വെച്ച് കിടക്കുക, ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് കിടക്കുക, ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുക. അതങ്ങ് ശ്രദ്ധിക്കാൻ വലത് കാല് വെച്ച് ഇറങ്ങുക, അതങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ വലത്തെ കാലിട്ട് കയറുമ്പോഴൊക്കെ കാണുമ്പോഴേക്ക് ഒഴിക്കുമ്പം നമുക്ക് മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ തണുത്ത വെള്ളമാണെങ്കിലാണെങ്കിലോ പെട്ടെന്ന് കുളിരും ചെയ്യും, പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ തണുത്ത വെള്ളമാണെങ്കിലാണെങ്കിലോ പെട്ടെന്ന് കുളിരും ചെയ്യും. എന്തായാലും ഏത് ടെമ്പറേച്ചർ നിങ്ങൾ സൗകര്യം കൊണ്ട് ചെയ്തോളൂ. വലത് ഭാഗത്ത് നിന്ന് തുടങ്ങുക, അതൊരു കൂലിയുള്ള കാര്യമാണ്. വലത് ഭാഗം നനയ്ക്കുക, എന്നിട്ട് ഇടത് ഭാഗം നനയ്ക്കുക. അപ്പോൾ ആ കുളിയിൽ കൂലി കിട്ടി. തങ്ങളത് ചെയ്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പാൻസ് ധരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൂലി കിട്ടും. നമ്മൾ കന്തൂറെണ്ണ പോലെയല്ല, പാൻസിന് 2 കാലുണ്ടല്ലോ. അപ്പോൾ ആ വലത്തെ കാലിടുക ധരിക്കുമ്പോൾ, അഴിക്കുമ്പോൾ ഇടത്തെ കാലഴിക്കുക ആദ്യം. സോക്സ് ഇടും, നമ്മളെന്തായാലും ജോലിക്ക് പോകുമ്പോൾ സോക്സ് ഒക്കെ ഇടൂലേ. ഷൂ ധരിക്കുകയാണെങ്കിൽ സോക്സ് ഇടണം, പിന്നെ ഒറ്റ ട്രിപ്പിലേ പോകാൻ പറ്റുള്ളൂ. ഏതെല്ലാം കാര്യത്തിൽ വലുത് ചെയ്യാൻ പറ്റുന്നു അത് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു.